ഇതാ പാപഭാരത്താൽ വലയുന്ന ഒരു സത്യാന്വേഷി. അദ്ദേഹത്തിൻ്റെ ചുമലിലെ പാപത്തിൻ്റെ ഭാരത്തിൽ നിന്ന് വിടുതലും സ്വർഗരാജ്യത്തിൽ പ്രവേശനവും അന്വേഷിച്ച് നാശപട്ടണത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. വഴിയിൽ കാണുന്ന പലരോടും അദ്ദേഹം അതിനുള്ള മാർഗം അന്വേഷിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണം, 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 മരണം. പാപത്തിന്റെ ശമ്പളം മരണം, മരണം, മരണം. സഹോദരിക്കറിയുമോ എങ്ങനെ ഈ എൻ്റെ ചുമലിലെ പാപത്തിന്റെ ചുമട് നീക്കാമെന്ന്? എവിടെ പോയാൽ എനിക്ക് ദൈവത്തെ കണ്ടെത്താം? ഞാനൊരു കത്തോലിക്കക്കാരിയാണ്. 2000 വർഷത്തെ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. പത്രോസ് എന്ന പാറയുടെ മുകളിൽ പണിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. പിന്നെ മുകളിലെ ചുമടിൻ്റെ കാര്യം, അത് മാറ്റാൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. നുയമ്പ്, കുർബാന, കുമ്പസാരം, മരിച്ച പുണ്യവാളന്മാരോടുള്ള പ്രാർത്ഥന. ഇനി ഇതുകൊണ്ടൊന്നും മാറിയില്ല എങ്കിൽ മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ഈ ചുമട് മാറ്റും. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കുടിക്കുക. അപ്പോ മരിച്ചു കഴിയും വരെ അത് നീങ്ങുമെന്ന് ഒരു ഉറപ്പുമില്ല അല്ലേ? അത് കൊള്ളാമല്ലോ. ഞാൻ വേറെ ആളുണ്ടോ എന്ന് നോക്കട്ടെ. പാപത്തിന്റെ ശമ്പളം മരണം, 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 മരണം. പാപത്തിന്റെ ശമ്പളം മരണം, മരണം, മരണം. സഹോദരിക്കറിയുമോ എങ്ങനെ എൻ്റെ ഈ ചുമലിലെ പാപത്തിന്റെ ചുമട് നീക്കാമെന്ന്? എവിടെ പോയാൽ എനിക്ക് ദൈവത്തെ കണ്ടെത്താം? ഏതാണ് യഥാർത്ഥ ദൈവസഭ? സഹോദരാ, ഞാനൊരു പെന്തക്കോസ്തുകാരിയാണ്. ഇന്ന് പകൽക്കാലം കുവൈറ്റിന്റെ പ്രദേശത്ത് വെച്ച് താങ്കളെ കണ്ടുമുട്ടാൻ ഇടയായതിൽ സന്തോഷം. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാൽ ഈ ചുമട് നീക്കാൻ കഴിയും. സ്വർഗത്തിൽ സീറ്റ് ഉറപ്പ്. പിന്നെ പുറമെയുള്ള വിശുദ്ധി വളരെ നന്നായി പാലിക്കണം. പിന്നെ ഞങ്ങളുടെ സഭ രജിസ്റ്ററിൽ പേര് ചേർക്കണം. ദശാംശം ഒരിക്കലും മുടക്കരുത്. അത് ഞങ്ങളുടെ ആലയത്തിൽ തന്നെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഭാരം എടുത്ത് കളയാം. അല്ല, ഈ പെന്തക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അതൊക്കെ പിന്നെ പറയാം. ഇന്ന് ഞങ്ങളുടെ സഭയുടെ കേന്ദ്രത്തിൽ ഇലക്ഷനാ. അച്ചായൻ വോട്ട് ചെയ്യാൻ പോയിരിക്കുക. ഇപ്പോഴത്തെ പ്രസിഡന്റിനെ താഴെ ഇറക്കണം. നമുക്ക് പിന്നീട് കാണാം. സഭയ്ക്ക് കേന്ദ്രമോ? പ്രസിഡന്റോ? ഇലക്ഷനോ? അതൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ പറഞ്ഞു തരാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കട്ടെ. പാപത്തിന്റെ ശമ്പളം മരണം, 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 മരണം. പാപത്തിന്റെ ശമ്പളം മരണം, മരണം, മരണം. സുഹൃത്തെ, താങ്കൾക്കറിയുമോ എങ്ങനെ എൻ്റെ ഈ ചുമലിലെ പാപത്തിന്റെ ചുമട് നീക്കാമെന്ന്? എവിടെ പോയാൽ എനിക്ക് ദൈവത്തെ കണ്ടെത്താം? ഏതാണ് യഥാർത്ഥ ദൈവസഭ? ആര് പറഞ്ഞു താങ്കൾക്ക് പാപഭാരം ഉണ്ട് എന്ന്? ഈ പുസ്തകത്തിലെ പ്രമാണങ്ങൾ വായിച്ചു കാണും അല്ലേ? ചുമ്മാതല്ല, കൊള്ളാം. കമോൺ ബ്രോ, പാപം എന്ന് പറയേ പോലും അരുത്. പകരം കൃപ കൃപ എന്നേ പറയാവൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ചുമട് ഉണ്ടെന്ന് പോലും തോന്നില്ല. പിന്നെ ധൈര്യമായി എന്തും ചെയ്യാം. പാപബോധം എന്നൊന്നേ വരില്ല. പകരം നീതിബോധം വരും. ഞങ്ങളെ കണ്ടില്ലേ? എന്ത് ചെയ്താലും പാപബോധമില്ല, ഒരു കുഴപ്പമില്ല. ധൈര്യമായി വരൂ ന്യൂ ജനറേഷൻ സഭയിലേക്ക്. അല്ല, ഈ പാപത്തിന്റെ ചുമട് നീങ്ങി എന്ന് തോന്നിച്ചിട്ട് എന്ത് കാര്യം? അതൊരു വഞ്ചനയല്ലേ? ഓരോരുത്തർ ഓരോന്നാണല്ലോ പറയുന്നത്. ദൈവമേ, ഏതായിരിക്കും ശരി? ഏതാണ് യഥാർത്ഥ സഭ? എൻ്റെ ദൈവമേ, നിന്നെ അന്വേഷിച്ച് ഈ നടപ്പ് തുടർന്നിട്ട് നാളുകളായി. എൻ്റെ ചുമലിലെ ഈ പാപഭാരമായിട്ട് ഞാൻ തളർന്നു വീഴും. ദയവായി എന്നെ സത്യത്തിലേക്ക് നടത്തിയാലും ഞാൻ ഏത് സഭയിൽ പോയാൽ എനിക്ക് ഈ ഭാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും? മകനെ. എന്താ? ആരാ ഇത്? എൻ്റെ ഒപ്പം വരൂ,
ഞാൻ നിന്നെ ഒരു സത്യം കാണിച്ചു തരാം. എന്താ എന്താ ഇവിടെ? നീ ഇന്ന് ചോദിച്ചില്ലേ, എവിടെ ഏത് സഭയിൽ പോയാൽ നിനക്ക് പാപഭാരത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്ന്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്ന്? അതെ, ചോദിച്ചു. ഇന്ന് നീ കണ്ടതിൽ ആരൊക്കെയാണ് എവിടെയുള്ളത് എന്ന് അന്വേഷിച്ച് നോക്കൂ. ഇവിടെ റോമൻ കത്തോലിക്കരുണ്ടോ? ഇല്ല. പെന്തക്കോസ്തുകാരുണ്ടോ? ഇല്ല. ഓർത്തഡോക്സുകാരുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ അസംബ്ലിക്കാരുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ന്യൂ ജനറേഷൻ ചർച്ചുകാരായിരിക്കും ഉള്ളത്, അല്ലേ? അവരുമില്ലല്ലോ. പിന്നെ ഇവിടെ വേറെ ആരാണുള്ളത്? ഇവിടെ സകല ഭാഷകളിലും വംശങ്ങളിലും ജാതികളിൽ നിന്നും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യേശുക്രിസ്തുവിന്റെ ജീവനാൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. എന്ത്? വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനിച്ച ദൈവമക്കളോ? അത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. വിഷമിക്കേണ്ട. ദൈവത്തിന്റെ യഥാർത്ഥ സഭയിൽ വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനിച്ച ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. അവരുടെ പേര് എഴുതിയിരിക്കുന്നത് ഭൂമിയിലെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ രജിസ്റ്റർ ബുക്കിലല്ല, ജീവപുസ്തകത്തിലാണ്. ജീവപുസ്തകമോ? അതിലെങ്ങനെ പേര് വരാൻ കഴിയും? പറഞ്ഞു തരാം. ഈ ഭൂമിയിൽ ആദമിൽ നിന്നും ജനിച്ചവർ എല്ലാവരും മരിച്ചവരാണ്. കാരണം ആദാം മരണത്തിന്റെ വൃക്ഷഫലം തിന്നപ്പോൾ അപ്പോൾ തന്നെ എല്ലാവരും ആദമിൽ മരിച്ചു. അതിനാൽ ഈ ഭൂമിയിൽ സ്വാഭാവികമായി ജനിച്ച ഒരുവന്റെയും പേര് ജീവപുസ്തകത്തിൽ കാണുകയില്ല. അയ്യോ, ഇനിയിപ്പോൾ എന്താണ് അതിനുള്ള പോംവഴി? പോംവഴിയുണ്ട്. ആദമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യർക്കും പകരമായി പാപമില്ലാത്ത ഒരുവൻ പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റെടുത്ത് മരിക്കണം. അതാണ് ദൈവപുത്രനായ യേശുക്രിസ്തു. പാപമില്ലാത്ത രണ്ടാം മനുഷ്യനായി, ഒടുക്കത്തെ ആദാമായി യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. സകല മനുഷ്യരുടെയും പാപം ഏറ്റെടുത്തുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ചു. മരണത്തെ തോൽപ്പിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ ജീവനായ നിത്യജീവൻ നിനക്ക് ലഭിച്ചാൽ നീ ജീവനുള്ളവനായിത്തീരും. ജീവപുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെടുകയും ചെയ്യും. അതിന് ഞാൻ എന്തു ചെയ്യണം? നിന്റെ ഭാഗത്തു നിന്നും നീ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ പാപിയാണ് എന്ന് സമ്മതിച്ച് മാനസാന്തരപ്പെടുക. 2, യേശുക്രിസ്തുവിനെ കർത്താവായി നിന്റെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് അവനിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവം നിന്റെ പാപം മോചിച്ച് നിന്നെ വീണ്ടെടുക്കുകയും യേശുക്രിസ്തുവിന്റെ ജീവനായ നിത്യജീവൻ നിന്റെ ഉള്ളിൽ വരികയും ചെയ്ത് നീ ജീവിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് നീ ആദ്യം ചോദിച്ച വീണ്ടെടുപ്പും വീണ്ടും ജനനവും. അങ്ങനെ വീണ്ടും ജനിച്ചവർ എന്തു ചെയ്യണം? അവർ ഭൂമിയിലെ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ കൂട്ടായ്മയായ കർത്താവിൻ്റെ ശരീരമായ ഒരു പ്രാദേശിക ദൈവസഭയുടെ ഭാഗമായി തീരുകയും അതിലൂടെ അനുദിനം ആത്മീയമായി വളർന്ന് കർത്താവിൻ്റെ സ്വഭാവത്തോട്, സ്വരൂപത്തോട് പൂർണ്ണമായും അനുരൂപമായി തീരുകയും ചെയ്യണം. അങ്ങനെയുള്ളവരെ ചേർക്കാനായിട്ടാണ്, അങ്ങനെയുള്ള കർത്താവിൻ്റെ സഭയെ ചേർക്കാനായിട്ടാണ് കർത്താവിൻ്റെ 2ാം വരവ്. ഞാൻ എന്താ കണ്ടത്? ഭയങ്കരമായിരിക്കുന്നു. ഇത് സ്വപ്നമോ? കർത്താവേ, ഞാൻ പാപിയാണ് എന്നും മരിച്ചവനാണെന്നും മനസ്സിലാക്കുന്നു. എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അവിടുന്ന് എനിക്ക് പകരമായി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാനസാന്തരപ്പെടുന്നു. ഞാൻ അങ്ങേ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുപറയുന്നു. എൻ്റെ പാപം പോക്കി എൻ്റെ ഉള്ളിൽ വന്നെന്നെ ജീവിപ്പിക്കണമേ.